അസ്സലാമു അലൈക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു. ആരാണ് ഈ ബിലാൽ? എങ്ങനെയാണ് ആ കുട്ടിക്കാലം? റബാഹിൻ്റെയും ഹമാമത്തിൻ്റെയും മകനായ ബിലാൽ. ഇസ്ലാമിക ചരിത്രേടുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട നാമം. കറുപ്പ് എന്ന വർണ്ണം ഈ ആധുനിക യുഗത്തിൽ പോലും വിവേചനം സൃഷ്ടിക്കുമ്പോൾ അന്നത്തെ പുരാതന കാലത്ത് ഏഴഴകുണ്ടാക്കിയ സമയം. അടിമത്തച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് വിശ്വാസത്തിലേക്ക് നടന്നു കയറിയ ധീരനായ പോരാളി. അതെ, അവരാണ് സയ്യിദുനാ ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു. കരിങ്കല്ലുകൊണ്ട് നെഞ്ചത്തലക്കിയിട്ടും ചാട്ടവാർ അടികൊണ്ടിട്ടും ആ ചുണ്ടുകൾ മന്ത്രിച്ചത് അഹദ് അഹദ് അഥവാ ഏകൻ എന്നാണ്. നമുക്ക് കുറച്ചു കാലം പിന്നോട്ടേക്ക് സഞ്ചരിക്കാം. കപട വിശ്വാസത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും കേന്ദ്രമായ മക്ക. വിശാലമായ മരുഭൂമി. ആ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപ് ഉണരേണ്ടവനാണ് അടിമ. ആ സ്ഥലത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ ജനനം. മക്കയിലെ ബനൂ ജുമൂഹ് ഗോത്രത്തിലെ പ്രമാണിയും അഹങ്കാരത്തിൻ്റെ പ്രതിരൂപവുമായ ഉമയ്യത്ത് ബിനു ഖലഫ് എന്നിവരാണ് ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ ഉപ്പയുടെ യജമാനൻ. അബൂ സുഫിയാനും അബൂജഹലുമൊക്കെ മദ്യപിച്ച് കൂത്താടുന്ന സദസ്സുകളിൽ അടിമപ്പണി ചെയ്തിരുന്ന ഒരു സാധു മനുഷ്യൻ. ഈ അവസ്ഥയിലും റബാഹിൻ്റെ മക്കൾക്കെങ്കിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്നത്തെ മക്ക നിയമം അനുസരിച്ച് അടിമയുടെ മകൻ അടിമ എന്നതാണ് നിയമം. ഈ അടിമത്ത ജീവിതം നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന സമയത്ത് ഉമയ്യത്തിൻ്റെ തറവാട്ടിൽ ഉണ്ടായിരുന്ന ഒരു അടിമപ്പെൺ ആയിരുന്നു ഹമാമ. പേര് പോലെ തന്നെ നിഷ്കളങ്കയായിരുന്നു അവർ. ഒരു ദിവസം ഉമയ്യത്ത് റബാഹിനെ വിളിച്ചു ഹമാമയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുകേട്ട റബാഹത്തിന് വളരെയധികം സന്തോഷമായി. ആചാരങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ അവരുടെ വിവാഹം നടന്നു. ഓലമേഞ്ഞ ഒരു ചെറുകുടിലിൽ അവർ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു. പരസ്പരം കണ്ണീരൊപ്പിയും സ്നേഹിച്ചും അവർ അവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായി ജീവിച്ചു തുടങ്ങി. ആ സ്നേഹജീവിതത്തിൽ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഒരു ആൺകുഞ്ഞ് പിറന്നു. അവർ അതിന് പേരിട്ടു. അവരാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, കറുത്ത മാണിക്യം. അങ്ങനെ ആ മാണിക്യം ആ കുടിലിൽ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അധികം വൈകാതെ റബാഹ് അഥവാ ബിലാലിൻ്റെ പിതാവ് രോഗബാധിതനായി. വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമായി അവരുടെ ശരീരം തളർന്നിരുന്നു. ചികിത്സയില്ലാതെ മരുന്നും ഇല്ലാതെ കൊച്ചു ബിലാലിനെയും ഹമാമത്തിനെയും തനിച്ചാക്കി റബാഹ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിധവയായ ഉമ്മ ബിലാലിനെ എല്ലാ സംരക്ഷണവും നൽകി വളർത്തി. പക്ഷേ ഉമയ്യത്ത് ബിലാലിനെ ചെറുപ്പത്തിൽ തന്നെ അടിമപ്പണി എടുപ്പിച്ചിരുന്നു. ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ. അങ്ങനെ ബിലാൽ ഒരു അടിമപ്പണിക്കാരനായി. ആടിനെ മേയ്ക്കലായിരുന്നു പ്രധാന ജോലി. അവിടേക്ക് പോയാൽ ആകാശത്തേക്ക് നോക്കിക്കിടക്കും. വളരെ മനോഹരമായി പാടുകയും ചെയ്യും. കേൾക്കുന്നവർ തരിച്ചു പോകുന്ന ശബ്ദമാധുര്യം. ദാവൂദ് നബിയുടെ ശബ്ദത്തെക്കാളും മനോഹരമായ ശബ്ദം. ഈ സമയമാണ് ബിലാൽ സമാധാനം കണ്ടെത്തിയിരുന്നത്. കാറ്റും മരങ്ങളും പോലും നിശബ്ദമാവുന്ന മാധുര്യമേറിയ ശബ്ദം. ഒരു രാത്രി ഉമയ്യത്ത് ഈ ശബ്ദം കേട്ടു. ഇത് ബിലാലിൻ്റെ ശബ്ദമാണോ? അവൻ അതിശയപ്പെട്ടു പോയി. അങ്ങനെ അവൻ ബിലാലിനെ മദ്യസദസ്സുകളിലെ പാട്ടുകാരനാക്കി മാറ്റി. പിന്നെ ഉമയ്യത്ത് ബിലാലിനെ കച്ചവടത്തിനായി നിയോഗിച്ചു. അങ്ങനെ അവർ ശ്യാമിലേക്ക് അഥവാ സിറിയയിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിലാണ് മക്കയിലെ പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയെ പരിചയപ്പെടുന്നത്. മക്കയിലെ മാന്യൻ. അങ്ങനെ ബിലാൽ അബൂബക്കറിൻ്റെ അടുത്തേക്ക് എത്തിത്തീരുകയും ചെയ്തു. ബിലാൽ അബൂബക്കറിൻ്റെ വ്യക്തിത്വം വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. മാന്യൻ, മനുഷ്യസ്നേഹി, മദ്യപിക്കില്ല, വഞ്ചിക്കില്ല. ബിലാൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തനായി എന്ന്. അവർ ബിലാലിന് സത്യത്തിൻ്റെ പാത തുറന്നുകൊടുത്തു. വിഗ്രഹാരാധനയെപ്പറ്റിയും
ദുരാചാരങ്ങളെപ്പറ്റിയും പ്രബോധനം നൽകി. ഏകനായ അല്ലാഹുവിനെപ്പറ്റിയും അവൻ്റെ സൃഷ്ടികൾ എല്ലാവരെയും ഒരുപോലെയാണെന്നും അടിമയും ഉടമയും ഒന്നാണ് എന്നും എല്ലാം ബിലാലിനോട് അദ്ദേഹം പറഞ്ഞു. ഈ വാക്യങ്ങൾ ബിലാലിൻ്റെ മനസ്സിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ബിലാൽ അടിമുടി മാറിയിരുന്നു. ബിലാലിൻ്റെ മനസ്സ് സ്വാതന്ത്ര്യം കൊതിച്ചു തുടങ്ങി. സത്യം അറിയാനും മുഹമ്മദിനെ കാണാനും അവർ അതിയായി ആഗ്രഹിച്ചു. ഈ മാറ്റം ഇസ്ലാമിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിൻ്റെ തുടക്കം ആയിരുന്നു. ഒരു അടിമയിൽ നിന്നും മക്കയിലെ ജാഹിലിയങ്ങളുടെ കൂട്ടത്തിൻ്റെ ഇടയിലെ പാട്ടുകാരനിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യത്തെ മുഅദ്ദിനിലേക്കുള്ള മാറ്റം. അത്ഭുതം. കണ്ണീരിൽ കുതിർന്ന ആ മാറ്റം ശേഷം